CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ പതാക ജാഥ ശൂരനാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നുമാണ് പ്രയാണം ആരംഭിച്ചത്. ജില്ലാ കമ്മിറ്റി അംഗം PB സത്യദേവനായിരുന്നു ജാഥ ക്യാപ്റ്റൻ. സംസ്ഥാന കമ്മിറ്റി അംഗം K സോമപ്രസാദ് ജാഥ ഉദ്ഘാടനം ചെയ്തു. അനവധി പരിപാടികളും 12-ാം തീയതി സമാപനം കുറിച്ചുകൊണ്ട് നടക്കുന്ന പൊതുസമ്മേളനം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ND ഗോവിന്ദമ്മ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതോടുകൂടി 12-ാം തീയതി ഉച്ചയ്ക്കോടുകൂടി സമ്മേളനത്തിന് സമാപനം കുറിക്കുകയാണ്. സമ്മേളന നഗറിൽ ഉയർത്തുവാനുള്ള പതാകയ്ക്ക് ഇവിടെ നൽകിയ സ്വീകരണത്തിൽ പാർട്ടി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ CPM കൊല്ലം ജില്ലാ സമ്മേളന നഗറിൽ ഉയർത്തുന്നതിനുള്ള പതാക ജാഥ ശൂരനാട് പാതിരിക്കൽ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നുമാണ് പ്രയാണം ആരംഭിച്ചത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം K സോമപ്രസാദ് പതാക ജാഥ ഉദ്ഘാടനം ചെയ്തു. PB സത്യദേവന് പതാക കൈമാറി. ചക്കുവള്ളി, വായനശാല തുടങ്ങി വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം സമ്മേളന നഗറായ കൊട്ടിയത്ത് ജാഥയെത്തി. പാറക്കടവ് പാതിരിക്കലിൽ സംഘടിപ്പിച്ച യോഗത്തിൽ CPM ശൂരനാട് ഏരിയ സെക്രട്ടറി B ശശി അധ്യക്ഷത വഹിച്ചു. CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും കേരളത്തിലെ പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള നേതാക്കന്മാരുടെ ഒരാളുമായിട്ടുള്ള EP ജയരാജൻ്റെ ആത്മകഥയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇല്ലാത്ത വിവാദങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ കുത്തിപ്പൊക്കാൻ മാധ്യമങ്ങൾ പരിശ്രമം നടത്തിയെന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. ഇപ്പോൾ ഏറ്റവും അവസാനമായി ടീകോം കമ്പനിയുമായിട്ടുള്ള കരാർ, കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ കരാർ റദ്ദാക്കാനും ടീകോമിന് വേണ്ടി മാറ്റിവെച്ച സ്ഥലം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വ്യവസായ രംഗത്ത് കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ അതിനെയും തെറ്റായ വാർത്തകൾ കൊടുത്തുകൊണ്ട് ഇല്ലാത്ത കഥകൾ മെനഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിനെതിരെ ജനങ്ങളെ തിരിച്ചുവിടാനുള്ള പരിപാടിയുമായി അവർ മുന്നോട്ട് വരികയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ശിവശങ്കരപിള്ള, ഡോക്ടർ PK ഗോപൻ, സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി, K പ്രദീപ, സന്തോഷ്, B ബിനീഷ്, KK ഡാനിയൽ, ഓമനക്കുട്ടൻ, P ശ്യാമളയമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശൂരനാട്.